ഇനി മരണശേഷം ഒരു വേറൊരു ഡയറക്ടർ, പേര് ലാസ്റ്റ് പറയാം, ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തേക്കുന്നത് ഞാൻ ആദിത്യന്റെ രണ്ടാം ഭാര്യയാണെന്ന്. എങ്ങനെ രണ്ടാം ഭാര്യ? ഇവരെല്ലാം കൂടെ നിന്നയാണല്ലോ. ആദിത്യൻ സങ്കടപ്പെട്ട കേൾക്കാൻ നിന്നവർക്ക് എങ്ങനെ ആദിത്യനെ മോശമാക്കാൻ പറ്റി? രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് മോശമില്ല, ആദിത്യനെ അവർ നോക്കണ്ടേ? എനിക്ക് മോശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നുമില്ല. കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെ കുറിച്ച് തന്നെ പറയുകയാണ്. അപ്പം ആ ക്യാരക്ടറിന് മോശമൊക്കെ അല്ലേ അവർ ചെയ്തത്. രണ്ടാം ഭാര്യ അതിന്റെ ആ ഡയറക്ടർ, എനിക്ക് അർജുനറിയാം. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഒരു ഡയറക്ടറിന്റെ ഒരു വിഷയം വന്നില്ലേ, TS അജി ആളാണ് ഇടപെട്ടത്. ആളും സംവിധായകൻ അനിയൻ ഒരു വ്യക്തിയുണ്ട്, പുള്ളിയോട് ചേർന്നാണ് ഇങ്ങനെ ചേട്ടന്റെ അന്നത്തെ ദിവസം അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ലൈവിൽ കൊടുക്കുക. ലൈവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ശാന്തി വിള ദിനേശ് പുള്ളിക്കാണ് കൊടുത്തത്. ഞാനിതൊന്നും പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല. പറയുന്നവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമേയൊക്കെ എതിർത്തു, എന്തിനങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. പിന്നീട് ആലോചിച്ചു, എന്തിനാ നഷ്ടപ്പെട്ടു. അതെ, എനിക്കിപ്പോ ചേട്ടനും പോയി, എനിക്ക് ജോലിയില്ല. എനിക്ക് നിലവിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് മറ്റേ ഈവന്റ് മാനേജ്മെന്റ് വെഡിങ് കാർഡിൽ റിബൺ കെട്ടിക്കൊടുക്കൂലേ, ഡെലിവറി ഗേളും കൂടാണ്. അതെ, അത് ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും 100 കാർഡില്ലാതെ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പം അതാണ് എന്റെ ജോലി. ഇപ്പം അത് 500 ഡെയിലി. മക്കൾക്ക് എന്നാ പ്രായമുണ്ട്? മോൻ 10th പഠിക്കുക, മോൾ 8th. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയാ, വീടിന്റെ ബാധ്യത അത് ഏകദേശം ഒരു 48 ലക്ഷം രൂപയോളം ഉണ്ട്. ഈ 48 ലക്ഷം രൂപ വീടിന്റെ ബാധ്യതയുണ്ട്, വേറെ കടങ്ങളുണ്ട് എന്നതൊക്കെ രൂണു പറയുമ്പോഴും ഈ മരണത്തിന് ശേഷം ഫെർട്ടിലിറ്റി സഹായിച്ചിട്ടില്ലേ? ഫ്രെറ്റേണിറ്റി സഹായിച്ചു. അതിന് ഞാൻ സഹായത്തിന് കാര്യം വരികയാണ്. സത്യം പറഞ്ഞാൽ അതിന് ഡിലേ വരുത്തിയിരുന്നു. ഈ കൂടെ നിൽക്കുന്നവര് എനിക്ക് പൈസ തരരുത്, വേണമെങ്കിൽ അത് മക്കൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തു കൊടുക്കും. അപ്പൊ അവിടെ റൂൾസിൽ അങ്ങനെയില്ല. മക്കൾക്കാണെങ്കിലും കൊടുത്താൽ മതി, അവരുടെ വിദ്യാഭ്യാസമാണല്ലോ നോക്കേണ്ടത്. മക്കൾക്ക് അവർക്ക് ഡെപ്പോസിറ്റ് ഇട്ടേക്ക്, അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അവർക്ക് 18 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പാടില്ല ആ സമയത്ത്. അപ്പൊ അതിന് എനിക്ക് സഹായം ചെയ്തത് ജയൻ ചേട്ടനാണ്. പുള്ളി എന്റെ റിലേറ്റീവ് ആണ്, ഫാദറിന്റെ. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദിത്യൻ ജയൻ ചേട്ടൻ, പുള്ളിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തുടക്കം. എനിക്ക് ജീജ സുരേന്ദ്രൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്ത് തന്നു. ചേച്ചി മുഖേന എനിക്ക് ഫെർട്ടിലിറ്റിയിൽ കിട്ടാനുള്ളത്, അതായത് ഒരാൾ മരിച്ച ശേഷം ആ കുടുംബത്തിന് കിട്ടാനുള്ള തുക വാങ്ങി തന്നത്. ഈ സീരിയൽ മേഖലയിൽ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാനും പേഴ്സണലി കേട്ടിട്ടുണ്ട്, ജീജ ചേച്ചി അല്ലേ? തീർച്ചയായിട്ടും. എന്നും നന്ദി. എനിക്ക് ഒരു വർഷത്തോളം എനിക്ക് വാടക മറ്റൊരു വിദേശത്തുള്ള ഒരു സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വാടക റെഡിയാക്കി തന്നിരുന്നു ഒരു 10 മാസത്തോളം. പുള്ളിയുടെ പേര് KK എന്നാണ്. പുള്ളിയും ഇൻഡസ്ട്രിയിലുള്ളൊക്കെ തന്നെയാണ്. അങ്ങനെ ചേച്ചി ഹെൽപ്പ് ചെയ്തു തന്നു. ഫ്രെറ്റേണിറ്റിയിൽ അങ്ങനെയും എനിക്ക് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു ചേച്ചി. അപ്പൊ ആ പൈസ എവിടെ? ആ പൈസ ഞാൻ എത്ര രൂപ തന്നിരുന്നു? 2 ലക്ഷം രൂപ. അത് 1 ലക്ഷം രൂപ അത് ആദ്യമേ തന്നു. പിന്നെ ഒരു 1.5 വർഷം ശേഷമാണ് 1 ലക്ഷം രൂപ തന്നത്. ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ഒരു സ്റ്റുഡിയോ പാർട്ട്ണർ ആയിരുന്നു. 4 പേര് ചേർന്ന ഈ സ്റ്റുഡിയോ ആണ്. അതിൽ 8 ലക്ഷം രൂപയാണ് ഫസ്റ്റ് കിട്ടിയത്. അത് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് പോയിട്ട് ഇരുന്ന് ഗോൾഡ് മൊത്തം എടുത്തു. കാരണം എനിക്കൊരു ജോലി വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. വാടക പോകണം, വീടിന് EMI കട്ടാവണം, പേഴ്സണൽ ലോണ്, ചേട്ടൻ്റെ പേര് തന്നെ പേഴ്സണൽ ലോൺ എല്ലാം കട്ടായിക്കൊണ്ട് ഞാൻ ഗോൾഡ് എടുത്തു വെച്ചു. ബാക്കി വാടക കൊടുത്തു, പിള്ളേർ ഫീസ് കൊടുത്തു. അതിനുശേഷം ഞാൻ കാറ്ററിംഗ് തുടങ്ങാൻ വേണ്ടി ബാക്കി ഇരുന്ന് 5 ലക്ഷം രൂപ സ്വർണ്ണം പിന്നെ ഞാൻ പണം എടുത്ത് കൊണ്ട് കാറ്ററിംഗ് തുടങ്ങി. 2 ലക്ഷം രൂപ പലിശക്ക് എടുത്തു. ആ പലിശക്കാർക്ക് കൊടുക്കാൻ പലിശക്കാർ 1 വർഷത്തേക്കാണ് തന്നത്. അപ്പോൾ 8 ലക്ഷം രൂപ ഈ പാർട്ണർഷിപ്പിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടി. ഫെർട്ടിലിറ്റിയിൽ നിന്ന് 2 ലക്ഷം രൂപ അതിനുശേഷമാണ് കിട്ടിയത്. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പലിശക്ക് എടുത്ത് 2 ലക്ഷം രൂപ എന്തുകൊണ്ട് അവിടെ തിരിച്ചടച്ചില്ല? ഈ ഫെർട്ടിലിറ്റിയിൽ കിട്ടിയ അതാണ് ആ 2 ലക്ഷം രൂപ ഞാൻ ഫ്രെറ്റേണിറ്റിയിൽ നിന്ന് വെച്ച് അടച്ചത്. ഇന്നും ഞാൻ മെസ്സേജ് അയച്ചത് എനിക്ക് ആ പൈസ പെട്ടെന്ന് തരണം, പലിശക്കാർ വീട്ടിൽ വരുന്നുണ്ട്. അത് 2 ലക്ഷം രൂപ ഞാൻ പലിശക്ക് വെച്ചെടുത്ത് കൊടുത്തു. എനിക്ക് വേറെ എന്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതിൽ നിന്നും കാറ്ററിംഗ് നടത്തിയതിനകത്ത് ഈ 5 ലക്ഷം രൂപയും പിന്നെ എക്സ്ട്രാ ഈ നമുക്ക് ക്രെഡിറ്റിൽ കടയിൽ നിന്ന് തരുന്ന സാധനങ്ങൾ തരുന്നവർക്ക് അവിടെയും എനിക്ക് കടമായിട്ടുണ്ട്. ഈ മക്കൾ എന്തുവാ പറയുന്നത് അമ്മയോട്? സംസാരിക്കുന്ന സമയത്തൊക്കെ അച്ഛനെ പറ്റിയൊക്കെ പറയാറുണ്ടോ? ഒന്നും അങ്ങനെ പറയാറില്ല.
അറിയാവുന്നവർക്ക് കുറച്ച് പേർക്ക് മാത്രം അറിയാം. കാരണം ഓരോരുത്തരും വന്ന് എന്നോട് ഇങ്ങോട്ട് പറയും, എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒരു വഴക്കിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ